ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു കുക്കറി ഷോയാണ്. എന്താ വെച്ചാൽ നമ്മളിവിടെ കുറച്ച് ചോളത്തിൻ്റെ വിത്തൊക്കെ പാവി കിളിപ്പിച്ച് കുറേ നമ്മൾ കൃഷി ചെയ്ത് കിട്ടിയായിരുന്നു. ഒരു 10-200 മൂടോളം ചോളം കൃഷി ചെയ്ത് അതിനകത്തുനിന്ന് ചോളം കിട്ടി. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ കറക്റ്റുള്ള ഒരു മെത്തേഡ് അറിയത്തില്ല. അതുകൊണ്ട് പറ്റിയതെന്ന് വെച്ചാൽ കുറേ ഞങ്ങൾക്ക് കുറച്ച് പന്നലായിപ്പോയി. പന്നലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ചോളം വിളഞ്ഞ് ഞങ്ങൾ വിളവെടുത്തു. അത് കുറേ ഞങ്ങൾ ഉണക്കിയിട്ട് ആ ഉണക്ക് അങ്ങോട്ട് കറക്റ്റ് ആയില്ല. സംഭവം പിന്നെ ഉണക്ക് കറക്റ്റ് ആവാതെ പിന്നെ ഈ പിള്ളേരാണെങ്കിൽ കുറേശ്ശെ കൊണ്ടിട്ട് ഉണക്കും. അത് വീണ്ടും ഇച്ചിരി കുക്കറിനകത്ത് വെച്ച് നമ്മൾ ചൂടാക്കി നോക്കും. അത് ഈ ഉണക്ക് കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ അത് കരിഞ്ഞു പോയി. പകുതിയോളം കറക്കി കളഞ്ഞു, അതാ സത്യം. പിന്നെ ബാക്കിയുള്ളത് അവിടെ അമ്മായിമ്മയാണെങ്കിൽ നിങ്ങൾ അന്തരാശി കളയുമെന്ന് പറഞ്ഞ് ബാക്കി കുറേ എടുത്ത് പൊടിപ്പിച്ച് പുട്ടുണ്ടാക്കാനെടുത്ത് പൊടിപ്പിച്ച് ഞങ്ങൾ കുറച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറുക്കുണ്ടാക്കി. പിന്നെ ഞങ്ങൾ ലാസ്റ്റിൽ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു. ഇനി എന്താ ചെയ്യണം, എന്തായാലും അവിടെ ഇരിക്കട്ടെന്നും പിന്നെ ചൂട് ഉണക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഉണക്കി ഫൈനലി കിട്ടിയൊരു സംഭവമാണ്. ഇതൊന്ന് പോപ്കോൺ ഉണ്ടാക്കി നോക്കാം. ഏതായാലും കുട്ടികൾ ആഗ്രഹിച്ചൊന്ന് നോക്കിയെടുക്കാം. അതിൻ്റെ ഒരു ചെറിയൊരു കുക്കറി ഷോ നടത്താൻ ചൊല്ലിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ശകലം അതിന് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, വെളിച്ചെണ്ണ, അവിടെ പോപ്കോണിൻ്റെ തീ കുറച്ചില്ല. തീ എളുപ്പം കയറുന്നുണ്ട്. ഈ അടി കട്ടിയില്ലടേ എന്നാ ഈ പാത്രം പറ്റും.